ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി കൂടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇയാൾക്കെതിരെ ഇത്തരം പരാതികൾ ഉയരുന്ന ഘട്ടത്തിലും കോൺഗ്രസ് എന്തുകൊണ്ട് ഈ യുവനേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. പേരിലൊരു സസ്പെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ UDF-നകത്ത് തന്നെ ഉയരുന്നു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ഇത് ഘടകകക്ഷികൾക്ക് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പല പ്രമുഖ നേതാക്കൾക്കും ഇപ്പോൾ അതൃപ്തിയാണ്. കാരണം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഒരു വെടിപൊട്ടിച്ചത് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ സമയമായി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വേലി ചാടാൻ ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തുടങ്ങിയ പ്രസ്താവനകൾ കെ മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതായത് രാഹുലിനെതിരെ നിലപാടെടുക്കണം, കടുത്ത നടപടിയിലേക്ക് KPCC പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയധികം ആരോപണങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്ന ഘട്ടത്തിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ഒരു MLA-ക്കെതിരെ ചുമത്തിയിട്ട് എന്തുകൊണ്ട് നടപടിയെടുക്കാൻ KPCC തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉയരുകയാണ്. ശ്യാമപ്രസാദ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നു. ശ്യാം, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുന്നണിക്കകത്തും കോൺഗ്രസിനകത്തും തന്നെ ഇപ്പോൾ അതൃപ്തി പുകയുകയാണ്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറയൂ. ഗൗതം, എന്തായാലും കോൺഗ്രസ് തൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രം ദിശ തെറ്റിയോ എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നേതാക്കൾ, ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തും മുന്നണിക്കകത്തും ചോദിക്കുന്നത്. പ്രധാനമായും ഇന്നലെ വരെ നമ്മൾ ചോദിച്ചപ്പോഴേക്കും രാഹുലിനെതിരെ ഇത്തരത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമായിരുന്നു എന്ന് തന്നെയായിരുന്നു കെ മുരളീധരൻ്റെ അടക്കമുള്ള വാക്കുകൾ. പക്ഷേ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, ഒരു പ്രോ രാഹുൽ നിലപാട് തന്നെയാണ് KPCC നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ നേതൃത്വത്തിനോട് ഇക്കാര്യത്തിൽ രാഹുലിനെതിരെ എന്തെങ്കിലും നടപടി ഉടൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനും ഇത്തരത്തിലൊരു മെല്ലെപ്പൊക്ക് നയം തന്നെയാണ് KPCC നേതൃത്വം നിലവിൽ സ്വീകരിച്ചു വരുന്നത്. പ്രധാനപ്പെട്ട തസ്തികകളിലിരിക്കുന്ന KPCC നേതൃത്വത്തിൻ്റെ തസ്തികകളിലിരിക്കുന്ന നേതാക്കൾ തന്നെയാണ് രാഹുലിനെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത്. ഇക്കാര്യത്തിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവും കെ മുരളീധരനും അടക്കം തങ്ങളുടെ അതൃപ്തി പ്രകടമാക്കിയിട്ടും KPCC-യുടെ മുകൾ തലപ്പത്തുള്ളവർക്ക്, ഒരു കൂട്ടം നേതാക്കൾക്ക് രാഹുലിനെ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാണ്. എന്തായാലും ഇനി കോടതി വിധി വരെ ഇനി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പ്രധാനമായും ഉള്ളത്. അപ്പോഴും നമ്മൾ ചോദിക്കുന്നത്, കോടതി വിധിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു നടപടി മാറ്റിവെക്കുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ അപ്പോഴും പറയുന്നത് ഞങ്ങൾ യോഗം കൂടി ഇത്തരത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ്. എന്തായാലും ഇപ്പോഴും രണ്ടാമതൊരു പരാതി കൂടി രാഹുലിനെതിരെ വരുമ്പോഴേക്കും ഒരു പ്രോ രാഹുൽ നിലപാട് തന്നെയാണ് KPCC നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം, വരുന്ന ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കടുത്ത അതൃപ്തി ഒരു ഭാഗം മുതിർന്ന നേതാക്കൾ കൂടി പങ്കുവെക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ കൂടി പങ്കുവെക്കുകയും ചെയ്തു. ഇത് കടുത്ത പ്രത്യാഘാതമായിരിക്കും ഈ കോൺഗ്രസിനുണ്ടാകുക എന്ന് അവർ മുന്നറിയിപ്പ് നൽകുമ്പോഴും KPCC നേതൃത്വത്തിനകത്ത് തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഒരു നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം എതിർപ്പുമുള്ളത്. ഒപ്പം തന്നെ മഹിളാ വിഭാഗത്തിനും കടുത്ത എതിർപ്പുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ACC, കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപാദാസ് മുൻഷിയുമായി ഇവർ ഇക്കാര്യത്തിലെല്ലാം തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്. പലരും നേരിൽ കണ്ട് ഇത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സമയവും കൂടി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുലിന്റെ അകത്തുള്ള ഇത്തരത്തിൽ സംരക്ഷിച്ചു പോകുന്ന KPCC നേതൃത്വത്തിന്റെ ഒരു നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷവും നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്നത്തെ കോടതി വിധിയെ ആശ്രയിച്ചായിരിക്കും ഇനി രാഹുലിനെതിരെ എന്ത് നടപടിയായിരിക്കും KPCC നേതൃത്വം എടുക്കുമോ, പുറത്താക്കുമോ അല്ലെങ്കിൽ അകത്തിരുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗൗതം. ശ്യാം, അത് തന്നെയാണ് ഈ ദേശീയ നേതൃത്വത്തിന്, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഏതെങ്കിലുമൊക്കെ നേതാക്കൾ പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ടോ? കാരണം ഇതിപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലെ മാത്രം ഒരു വിഷയമല്ല. കാരണം ഇത്തരം സ്ത്രീ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കൾ പല സംസ്ഥാനത്ത് കുരുങ്ങുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷയിൽ അടുത്തിടെ കോൺഗ്രസിൻ്റെ ഒഡീഷയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഒരു ലൈംഗിക ആരോപണത്തിൽ പെടുകയും അതിൻ്റെ തെളിവുകൾ വരികയും അയാളെ ഒടുവിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതിയുമായി സമീപിക്കുന്നുണ്ടോ? തീർച്ചയായും ഗൗതം, ഇത്തരത്തിൽ ഈ ലൈംഗികാരോപണ പരാതി രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതോടെ തന്നെ കോൺഗ്രസിന്റെ മഹിളാ വിഭാഗവും കടുത്ത പ്രതിരോധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ KK രമയും UDF-നകത്ത് KK രമയും ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ രാഹുലിനെതിരെ കടുത്ത വിമർശനവുമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന് ഇവർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായി നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ആശയവിനിമയം നടത്താനുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയവും കൂടി ഇവർ ചോദിച്ചിട്ടുണ്ട്.
എന്തായാലും രാഹുലിനെ തള്ളിപ്പറയുന്ന ഈ നേതാക്കൾക്ക് ഇത്തരത്തിൽ ഒരു വിഭാഗം നേതാക്കൾ തള്ളിപ്പറയുമ്പോൾ ഒരു വിഭാഗം നേതാക്കൾ സംരക്ഷിക്കുന്നു. ഇത് പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ മഹിളാ വിഭാഗത്തിനടക്കം ഇത്തരത്തിൽ രാഹുലിനെതിരായ ചോദ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയും തടിതപ്പേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ചോദ്യമുനകളിൽ നിന്ന് പല ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുമ്പോഴും മഹിളാ വിഭാഗത്തിന് കടുത്ത അതൃപ്തിയും അമർഷവുമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ യു ഡി എഫിനകത്ത് തന്നെ ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാകുകയും കെ രമയും ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ളവർ ഇത്തരത്തിൽ അവരുടെ നിലപാട് പരസ്യമാക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇവർ ദീപാദാസ് മുൻഷിയും അടക്കമുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം. യെസ്, ഓക്കെ ശ്യാം, എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഉയരുന്ന ഈ വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തോതിലുള്ള അതൃപ്തി പുകയുകയാണ്. പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഇത്രയധികം പരാതികൾ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മഹിളാ നേതാക്കൾ എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ്. കാരണം ഏത് രീതിയിലാണ് ഈ MLA ന്യായീകരിക്കാൻ കഴിയുക? സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ വിമർശനം ഈ യുവ MLAക്കെതിരെ ഉയരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇനിയും ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്.